നമസ്കാരം. ക്വാണ്ടം ലോകത്തെ വിസ്മയങ്ങളിലേക്കും അതിന്റെ വിസ്മയമായ പ്രതിഫലനങ്ങളിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പതിവിലും അല്പം ദൈർഘ്യമുള്ളതാണ്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് മിനിറ്റുകളായിരിക്കും ഇത്. എന്തുകൊണ്ടെന്നാൽ വെറും പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് മാത്രം എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതം മാറാത്തത് എന്നതിന്റെ കൃത്യമായ ഉത്തരം ഇന്ന് നിങ്ങൾ പഠിക്കാൻ പോവുകയാണ്. പകുതി വഴിയിൽ നിർത്തിപ്പോയാൽ നിങ്ങളുടെ ഉള്ളിലെ ആ പഴയ ഇൻവിസിബിൾ വാർ അതേപടി തുടരും. എന്നാൽ അവസാനം വരെ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചു കേട്ടാൽ പ്രപഞ്ചത്തിന്റെ ആ രഹസ്യ ഭാഷ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിച്ചേക്കും. അതുകൊണ്ട് ഹൃദയവും മനസ്സും തുറന്നു വെച്ച് ഈ മാസ്റ്റർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും പ്രവേശിക്കാൻ ശ്രമിക്കാം. സുഹൃത്തുക്കളെ, നമ്മളിൽ പലരും ഒരു വലിയ കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. പോസിറ്റീവായി ചിന്തിക്കുക, തിങ്ക് പോസിറ്റീവ് എന്ന് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ബോധപൂർവം നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. കണ്ണുകൾ അടച്ചൊക്കെ ഇരുന്ന് ഞാൻ കോടീശ്വരനാണ്, എനിക്ക് സമൃദ്ധിയുണ്ട് എന്നൊക്കെയുള്ള അഫർമേഷൻസ് 100 തവണയും 108 തവണയും അതിലേറെ തവണയും ഒക്കെ ആവർത്തിക്കുന്നുണ്ടാവും. പക്ഷെ ആ ചിന്തകൾക്കിടയിലും നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയ ശബ്ദം കേൾക്കുന്നുണ്ടോ? നീ ആരെയാണ് പറ്റിക്കുന്നത്? നിന്റെ ബാങ്ക് ബാലൻസ് നോക്കിക്കേ, നിന്റെ കടങ്ങൾ നോക്കിക്കേ, നിന്റെ ബാങ്കിൽ എന്തുണ്ട്, നിനക്കൊന്നുമില്ലല്ലോ എന്ന ശബ്ദം നിങ്ങളെ കളിയാക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഇവിടെയാണ് നമ്മൾ തോറ്റുപോയത്. നമ്മൾ വിചാരിക്കുന്നത് ചിന്തകൾ മാത്രമാണ്, തോട്ട്സ് മാത്രമാണ് എല്ലാം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ പ്രപഞ്ചത്തിന്റെ നിയമം അതല്ല. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ തലയിലാണ്, പക്ഷേ നിങ്ങളുടെ വികാരങ്ങൾ, ഇമോഷൻസ് നിങ്ങളുടെ ശരീരത്തിലാണ്. നമുക്ക് ഇതൊരു ഉദാഹരണത്തിലൂടെ നോക്കാം. നിങ്ങൾ ഒരു കാർ ഓടിക്കുകയാണെന്ന് കരുതുക. നിങ്ങൾ ആക്സിലറേറ്ററിൽ ആഞ്ഞു ചവിട്ടുന്നു. എഞ്ചിൻ വളരെ വലിയ ശബ്ദമുണ്ടാക്കുന്നുണ്ട്, ടയറുകൾ കറങ്ങുന്നുണ്ട്, പക്ഷെ കാർ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് നീങ്ങുന്നില്ല. കാരണം നിങ്ങളുടെ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ ചിന്തകൾ ആക്സിലേറ്റർ പോലെയാണ്, അതെങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നു. എന്നാൽ നിങ്ങളുടെ വികാരങ്ങൾ ആ ഹാൻഡ് ബ്രേക്ക് പോലെയാണ്. നിങ്ങളുടെ ചിന്തകൾ സമൃദ്ധി ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ വികാരങ്ങൾ ദാരിദ്ര്യത്തെയും പേടിയെയും മുറുകെ പിടിച്ചിരിക്കുകയാണ്. ഈ ഒരു ആന്തരിക യുദ്ധത്തെയാണ് ഞാൻ ഇൻവിസിബിൾ സിവിൽ വാർ എന്ന് വിളിക്കുന്നത്. ഉള്ളിൽ ഒരു യുദ്ധം നടക്കുമ്പോൾ പുറത്ത് ഒരു വിജയവും ഉണ്ടായേല. ഈ പ്രപഞ്ചം, യൂണിവേഴ്സ്, നിങ്ങളുടെ എഞ്ചിന്റെ ശബ്ദമല്ല കേൾക്കുന്നത്, മറിച്ച് കാർ മുന്നോട്ട് പോകുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. ഇവിടെയാണ് ഏറ്റവും വലിയ രഹസ്യം ഒളിഞ്ഞു കിടക്കുന്നത്. നമ്മൾ എന്തിനെങ്കിലും കുറിച്ച് ആലോചിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ അതിനെ നമ്മളിൽ നിന്ന് അകറ്റുകയാണ് ചെയ്യുന്നത്. എങ്ങനെയെന്നല്ലേ? എനിക്ക് പണം വേണം എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ആ ചിന്തയുടെ പുറകിലുള്ള വികാരം എൻ്റെ കയ്യിൽ ഇപ്പോൾ പണമില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ വികാരം ശൂന്യതയാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ പ്രപഞ്ചം ഒരു കണ്ണാടി പോലെയാണ്. നിങ്ങൾ എന്ത് വികാരം പ്രകടിപ്പിക്കുന്നു അത് പ്രപഞ്ചം ഇരട്ടിയായി തിരിച്ചു തരുന്നു. അതുകൊണ്ട് നിങ്ങൾ പണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഇല്ല എന്ന വികാരത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ പ്രപഞ്ചം കൂടുതൽ ഇല്ലായ്മകൾ, ഇല്ലാത്ത അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിക്കുന്നു. ചിന്തകൾ കൊണ്ട് നിങ്ങൾ വിളിക്കുന്നു, പക്ഷെ വികാരങ്ങൾ കൊണ്ട് നിങ്ങൾ തള്ളി മാറ്റുന്നു. ഈ ഒരവസ്ഥയാണ് പലരിലും നിലനിൽക്കുന്നത്. ഈ വൈരുദ്ധ്യം നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്താലും എത്ര പ്രാർത്ഥിച്ചാലും ഫലം ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത്, ചഞ്ചലമനസ്കനായ ഒരുവൻ, സംശയമനസ്കനായ ഒരുവന് കർത്താവിൽ നിന്ന് ഒന്നും ലഭിക്കുമെന്ന് വിചാരിക്കണ്ട എന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോയുടെ അടുത്ത ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക. എൻ്റെ ചിന്തകളും വികാരങ്ങളും ഒരേ ദിശയിലാണോ യാത്ര ചെയ്യുന്നത്, അതോ എൻ്റെ ഉള്ളിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ടോ? ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള വഴി, അതായത് ചിന്തകളെയും വികാരങ്ങളെയും എങ്ങനെ കോർത്തിണക്കാം, കൊഹിയറൻസിലാക്കാം എന്നത് നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞതുപോലെ പ്രപഞ്ചം നമ്മുടെ വാക്കുകളല്ല ശ്രദ്ധിക്കുന്നത്. പിന്നെ എന്തിനോടാണ് പ്രപഞ്ചം പ്രതികരിക്കുന്നത്? ഇതിനെ നമുക്ക് ലളിതമായി ഫ്രീക്വൻസി എന്ന് വിളിക്കാം. നിങ്ങളുടെ ചിന്തകൾ പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾ അയക്കുന്ന ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ പോലെയാണ്. എന്നാൽ നിങ്ങളുടെ വികാരങ്ങൾ, ഇമോഷൻസ്, അത് ആ സിഗ്നലിനെ വലിച്ചെടുക്കുന്ന ഒരു മാഗ്നറ്റിക് പവറാണ്. റേഡിയോയിൽ ഒരു പാട്ട് കേൾക്കണമെങ്കിൽ നിങ്ങൾ കൃത്യമായ ഒരു സ്റ്റേഷനിലേക്ക് ട്യൂൺ ചെയ്യണം. നിങ്ങളുടെ ആ ചിന്തകൾ കൊണ്ട് നിങ്ങൾ സ്റ്റേഷൻ തിരഞ്ഞെടുക്കുകയാണ്. പക്ഷെ നിങ്ങളുടെ വികാരങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ആ പാട്ടിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നത്. നിങ്ങൾ സമൃദ്ധി എന്ന സ്റ്റേഷൻ ചിന്തകൾ കൊണ്ട് തെരഞ്ഞെടുത്താലും ഉള്ളിലെ പേടി എന്ന വികാരം കാരണം നിങ്ങൾ ദാരിദ്ര്യം എന്ന സ്റ്റേഷനിലാണ് ഇപ്പോഴും ട്യൂൺ ചെയ്തിരിക്കുന്നത്.
അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സമൃദ്ധിയുടെ സംഗീതം കേൾക്കാൻ സാധിക്കില്ല. ശാസ്ത്രീയമായി പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഒരു ചലിക്കുന്ന പവർ സ്റ്റേഷൻ പോലെയാണ്. നമ്മുടെ തലച്ചോറിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ ചിന്തയ്ക്കും ഒരു ഇലക്ട്രിക്കൽ വോൾട്ടേജ് ഉണ്ട്. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന വികാരങ്ങൾ അതിനേക്കാൾ 5000 മടങ്ങ് ശക്തമായ ഒരു കാന്തിക മണ്ഡലം സൃഷ്ടിക്കുന്നുണ്ട്. മാഗ്നറ്റിക് ഫീൽഡാണ് അത്. ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്. നിങ്ങൾ പണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രം അത് ലഭിക്കില്ല. ആ പണം നിങ്ങളുടെ കയ്യിലുണ്ടെന്ന വികാരം നിങ്ങളിൽ ഒരു കാന്തിക ശക്തി ഉണ്ടാക്കണം, മാഗ്നറ്റിസം ഉണ്ടാക്കണം. ചിന്തകൾക്ക് ഒരു ദിശ കാണിക്കാൻ മാത്രമേ കഴിയൂ, പക്ഷേ വികാരങ്ങൾക്കാണ് കാര്യങ്ങളെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന് പറയുന്നത്. അവിടെ ശ്രദ്ധ എന്നത് കേവലം ഏകാഗ്രതയല്ല, മറിച്ച് നിങ്ങളുടെ പൂർണ്ണമായ അസ്തിത്വവും, എക്സിസ്റ്റൻസ് ആൻഡ് ബീയിങ്, അതിൻ്റെ വികാരങ്ങളും ആ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. ബൈബിളിൽ മർക്കോസിന്റെ സുവിശേഷം 11:24 യേശു പറഞ്ഞ വാചകം നമ്മൾ മുൻപുള്ള ചില വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചോദിക്കുന്നുവോ അത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുവിൻ, അത് നിങ്ങൾക്ക് ലഭിക്കും എന്ന്. അപ്പം ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ ശ്രദ്ധിക്കും, ലഭിക്കും എന്നല്ല പറഞ്ഞത്, ലഭിച്ചു കഴിഞ്ഞു, ഓൾറെഡി റിസീവ്ഡ് എന്ന് വിശ്വസിക്കാനാണ് പറയുന്നത്. ഇതിന്റെ അർത്ഥം ഒരു കാര്യം ലഭിച്ചുവെന്ന് ഉറപ്പാക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന വികാരം എന്താണ്? അത് സമാധാനമാണ്, നന്ദിയാണ്, ഒരുതരം റിലാക്സേഷനാണ്. ആ വികാരം, ആ ഇമോഷൻ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ തന്നെ ഉണ്ടാകണമെന്നർത്ഥം. ചിന്ത ഭാവിയിലേക്കാണ് നോക്കുന്നത്, പക്ഷെ വികാരം വർത്തമാനകാലത്താണ് ജീവിക്കുന്നത്, പ്രസന്റ് മൊമെന്റിലാണ്. പ്രപഞ്ചത്തിന്, ഈ യൂണിവേഴ്സിന് ഫ്യൂച്ചർ അറിയത്തില്ല. നിങ്ങൾ ഇപ്പോൾ എന്തനുഭവിക്കുന്നു അത് മാത്രമാണ് പ്രപഞ്ചം സത്യമായി കാണുന്നത്. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, പ്രപഞ്ചം ഒരു ബാങ്ക് പോലെയാണെന്ന് ഓർക്കുക. അവിടെ ചെക്ക്, ബാങ്ക് ചെക്ക്, അത് തോട്ടാണ്, നമ്മുടെ ചിന്തകളാണ്. ആ ചെക്ക് മാത്രം കൊടുത്താൽ പോരാ, നിങ്ങളുടെ കയ്യിൽ ഐഡന്റിറ്റി കാർഡും വേണം, ഇമോഷനാണത്. ഇവ രണ്ടും ഒത്തുചേരുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് സമൃദ്ധി ഒഴുകിയുള്ളൂ. പലരും ചോദിക്കാറുണ്ട്, എൻ്റെ കയ്യിൽ ഇപ്പോൾ പണമില്ലാത്തപ്പോൾ ഞാൻ എങ്ങനെ പണമുള്ളവനെ പോലെ വികാരം പ്രകടിപ്പിക്കുമെന്ന്. ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയ കാലത്തും എനിക്ക് അങ്ങനെ ഒരു സംശയമുണ്ടായിരുന്നു. അതൊരു വലിയ ചോദ്യമാണ്. ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ തുടർന്നുള്ള ഭാഗത്തൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എങ്ങനെ നിങ്ങളുടെ വർത്തമാന സാഹചര്യങ്ങളെ മറികടന്ന് പ്രപഞ്ചത്തെ ആകർഷിക്കുന്ന ആ ഒരു ഇമോഷൻ ഓഫ് അബണ്ടൻസിലേക്ക് നമുക്ക് എത്താമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ സ്മാർട്ട് ഫോണുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ ഫോൺ ഹാങ് ആകുന്നു, ബാറ്ററി പെട്ടെന്ന് തീരുന്നു. നമ്മൾ നോക്കുമ്പോൾ പുറമെ ആപ്പുകളൊന്നും തുറന്നിട്ടുണ്ടാവില്ല, പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ ചില ആപ്പുകൾ അറിയാതെ പ്രവർത്തിക്കുന്നുണ്ടാവും. നമ്മുടെ മനസ്സിന്റെ കാര്യം ഇതുപോലെ തന്നെയാണ്. നിങ്ങൾ ബോധപൂർവം എനിക്ക് സമൃദ്ധി വേണമെന്ന് ചിന്തിക്കുമ്പോൾ പോലും നിങ്ങളുടെ ഉപബോധ മനസ്സിൽ, സബ് കോൺഷ്യസ് മൈൻഡിൽ ചില മാൽവെയറുകൾ ഒളിഞ്ഞിരിപ്പുണ്ടാവും. പണം വന്നാൽ അത് പോയി പോകും, അത് എൻ്റെ കയ്യിൽ ഇരിക്കില്ല, ലക്ഷ്യത്തിലെത്താൻ എനിക്ക് കഴിവില്ല, അല്ലെങ്കിൽ ദാരിദ്ര്യമാണ് നല്ലത്, എൻ്റെ അപ്പനും വല്യപ്പനും തുടങ്ങി എല്ലാവരും ദരിദ്രരാണ് തുടങ്ങിയ പഴയ ചിന്താഗതികൾ നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നു. ഈ മാൽവേറുകൾ ഉള്ളർത്തോളം കാലം നിങ്ങളുടെ പോസിറ്റീവ് ചിന്തകൾ എന്ന് പറയുന്നത് വെറും പാഴ്വേലയായി മാറുകയാണ്. കാരണം പ്രപഞ്ചം കേൾക്കുന്നത് നിങ്ങളുടെ ആഴത്തിലുള്ള ആ ഭയത്തിന്റെയും സംശയത്തിന്റെയും നിഴലുകളാണ്, അതിന്റെ സിഗ്നലുകളാണ്. നമുക്കിതിനെ ഒന്നുകൂടി വിശദമായിട്ട് നോക്കാം. നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു, നിങ്ങളുടെ കയ്യിൽ ഒരു സാധനം വാങ്ങാനുള്ള ലിസ്റ്റ് ഉണ്ട്, തോട്ട്സ് ആണത്. പക്ഷെ നിങ്ങളുടെ പോക്കറ്റിൽ പണമില്ല എന്ന പേടി, ഇമോഷൻ നിങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കടയിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും? നിങ്ങൾ വേർക്കും, പരിഭ്രമിക്കും. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. പലരും സമൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യുന്നത് ഒരു തരം യാചനയാണ്. നമ്മുടെ പ്രാർത്ഥനകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കും. ദൈവമേ എനിക്ക് ഇത് തരണമേ, അത് തരണമേ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? എൻ്റെ കയ്യിൽ ഇതില്ല, അതില്ല എന്ന് തന്നെയാണ്. ഈ ഇല്ല എന്ന വികാരം, ദാറ്റ് ഫീലിംഗ് ഓഫ് ലാക്ക്, അതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും ദാരിദ്ര്യത്തെ ആകർഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആവശ്യക്കാരനായി മാറുമ്പോൾ, നീഡി ആയിട്ട് മാറുമ്പോൾ, പ്രപഞ്ചം നിങ്ങളെ ഒരു യാചകനായിട്ടാണ് കാണുന്നത്. എന്നാൽ നിങ്ങൾ അത് ലഭിച്ചു കഴിഞ്ഞ സന്തോഷത്തിൽ ഇരിക്കുമ്പോൾ, ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുമ്പോൾ, നിങ്ങളെ അതിൻ്റെ യജമാനനായിട്ട് പ്രപഞ്ചം കാണും. നമ്മുടെ പാരമ്പര്യത്തിൽ ഇതിനെ ഭാവ എന്നാണ് വിളിക്കുന്നത്, ഭാവം. കൃഷ്ണൻ അർജുനനോട് പറയുന്നത് കർമ്മണ്യേവാധികാരസ്ഥേ എന്നാണ്.
ഫലത്തിൽ ആസക്തിയില്ലാതെ കർമ്മം ചെയ്യുക എന്ന്. അതിന്റെ അർത്ഥം ഫലം വേണ്ട എന്നല്ല, മറിച്ച് ഫലം ലഭിക്കും എന്ന പൂർണ്ണ വിശ്വാസത്തിൽ ആ ഫലം ലഭിച്ചു കഴിഞ്ഞാലുള്ള ആ സമാധാനത്തിൽ ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കുക എന്നാണ്. നിങ്ങളുടെ ഉള്ളിലെ വികാരം എനിക്ക് അത്യാവശ്യമാണ് എന്നാണെങ്കിൽ നിങ്ങൾ സ്ട്രെസ് ആണ് പ്രപഞ്ചത്തിലേക്ക് അയക്കുന്ന സിഗ്നൽ. സ്ട്രെസ് ഒരിക്കലും സമൃദ്ധിയെ കൊണ്ടുവരില്ല. സ്ട്രെസ് കൂടുതൽ സ്ട്രെസ്സിനെ മാത്രമേ കൊണ്ടുവരികയുള്ളൂ. പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വികാരം സ്നേഹവും സമാധാനവും നന്ദിയുമായി മാറണം. ഒരു കുട്ടി തൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മിഠായി ചോദിക്കുമ്പോൾ അത് ലഭിക്കുമെന്ന് അവന് ഉറപ്പാണ്. ആ ഒരു ഉറപ്പാണ്, അഷുറൻസ് ആണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ ബോധ മനസ്സ് ഒരു കാര്യം ആഗ്രഹിക്കുകയും ഉപബോധ മനസ്സ് അതിനെ ഭയപ്പെടുകയും ചെയ്യുന്നത് ഒരു വലിയ കുറ്റമൊന്നുമല്ല. അതൊരു സ്വാഭാവികമായ ആന്തരിക സംഘർഷമാണ്. ബൈബിളിൽ ഇതിന് ഒരു നല്ലൊരു ഉദാഹരണമുണ്ട്. ഞാൻ ഈ ബൈബിളിനെ കുറിച്ച് പറയുന്നത് അതിനെക്കുറിച്ച് അല്പം അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ. തൻ്റെ മകന് വേണ്ടി യേശുവിൻ്റെ അടുക്കൽ വന്ന ഒരു പിതാവ് നിലവിളിച്ച് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തിൽ എന്നെ സഹായിക്കണമേ, എൻ്റെ അവിശ്വാസത്തെ നീക്കിത്തരണമേ. മർക്കോസ് സുവിശേഷം 9:24 സത്യത്തിൽ അതല്ലേ നമ്മുടെയും അവസ്ഥ. ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നു, വി ബിലീവ്, ഐ ബിലീവ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലെ വികാരത്തിൽ ഇപ്പോഴും അവിശ്വാസവും പേടിയും ബാക്കിയുണ്ട്. ആ പിതാവ് തൻ്റെ ഉള്ളിലെ ആ വിടവിനെ കുറിച്ച്, ആ ഗ്യാപ്പിനെ കുറിച്ച് സത്യസന്ധനായിരുന്നു. ആ സത്യസന്ധതയാണ് അത്ഭുതത്തിലേക്കുള്ള വഴി തുറന്നത്. നിങ്ങളുടെ ബുദ്ധിയും ഹൃദയവും തമ്മിലുള്ള ഈ അകലം തിരിച്ചറിയുക എന്നതാണ് മാറ്റത്തിന്റെ ആദ്യപടി. ഈ അകലം എങ്ങനെ ഇല്ലാതാക്കാം, എങ്ങനെ ആ പിതാവിനെ പോലെ പൂർണ്ണമായ വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ കൊഹിയറൻസിന്റെ അവസ്ഥയിലേക്ക് എത്താമെന്ന് നമുക്ക് ഈ വീഡിയോയിൽ തുടർന്ന് നമുക്കറിയാൻ ശ്രമിക്കാം. അപ്പം ഈ മാൽവെയറുകൾ എങ്ങനെ മാറ്റും, എങ്ങനെ നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ഒരേ താളത്തിൽ കൊണ്ടുവരാൻ പറ്റും, ഭയത്തിന് പകരം സമാധാനത്തിന്റെ ഫ്രീക്വൻസി, ആ ഫ്രീക്വൻസിയിൽ എങ്ങനെ ട്യൂൺ ചെയ്യാം, ഇതിനായിട്ട് ചെയ്യാവുന്ന ലളിതമായ ചില പരിശീലനങ്ങളുണ്ട്. ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ദിവസവും ചെയ്യാവുന്ന 3 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ പോകുന്നത് ആ 3 സ്റ്റെപ്പുകളിലൂടെയാണ്. അത് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ഒരേ താളത്തിൽ കൊണ്ടുവരാൻ നാം ആദ്യം ചെയ്യേണ്ടത് ഒരു ബോഡി സ്കാൻ ആണ്. ഇനി മുതൽ നിങ്ങൾ പണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ബില്ല് പേയ്മെന്റ് ചെയ്യുമ്പോഴോ നിങ്ങളുടെ ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ വയറ്റിൽ ഒരു പിടുത്തം അനുഭവപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ നെഞ്ചിൽ ഒരു ഭാരം അനുഭവപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സിനൊരു വെപ്രാളം ഉണ്ടാകുന്നുണ്ടോ? എങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ചിന്തകൾ സമൃദ്ധി എന്ന് പറയുമ്പോഴും നിങ്ങളുടെ ശരീരം പേടി എന്ന വികാരത്തിലാണ് ഇരിക്കുന്നത്. ആ നിമിഷം തന്നെ അത് തിരിച്ചറിയണം. ആ ഭയത്തെ എതിർക്കണ്ട, പകരം അതിനെ വെറുതെ നിരീക്ഷിക്കുക. ഞാൻ ഇപ്പോൾ പേടിക്കുന്നുണ്ട് എന്ന് സമ്മതിക്കുന്നത് തന്നെ ആ വികാരത്തിന്റെ ശക്തി കുറയ്ക്കാൻ സഹായിക്കും. തിരിച്ചറിവാണ് ഏത് മാറ്റത്തിന്റെയും ആദ്യപടി. രണ്ടാമത്തെ സ്റ്റെപ്പ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പലരും ചോദിക്കാറുണ്ട്, കയ്യിൽ പണമില്ലാത്തപ്പോൾ ഞാൻ എങ്ങനെ സന്തോഷിക്കും എന്ന്. അതിനുള്ള ഏക വഴി നന്ദി ആണ്. പേടിയും നന്ദിയും ഒരേ സമയം ഉള്ളിൽ നിലനിൽക്കില്ല. നിങ്ങൾക്ക് വലിയ കാര്യങ്ങളിൽ നന്ദി പറയാൻ കഴിയുന്നില്ലെങ്കിൽ വളരെ ചെറിയ കാര്യങ്ങളിൽ തുടങ്ങുക. എനിക്ക് കുടിക്കാൻ ശുദ്ധമായ വെള്ളം ലഭിക്കുന്നുണ്ട്, നന്ദി പറയാം. ശ്വസിക്കാൻ വായുവുണ്ട്, ഈ വീഡിയോ കാണാൻ ഒരു ഫോണുണ്ട്. ഈ ചെറിയ കാര്യങ്ങളിൽ ഒക്കെ നിങ്ങൾ നന്ദി പറയുമ്പോൾ നിങ്ങളുടെ വികാരം ഇല്ല എന്ന അവസ്ഥയിൽ നിന്ന് ഉണ്ട് എന്ന അവസ്ഥയിലേക്ക് മാറുകയാണ്. നന്ദി പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ പ്രപഞ്ചത്തോട് പറയുന്നത് എനിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നാണ്. ആ നിമിഷം നിങ്ങളുടെ ചിന്തയും വികാരവും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുകയാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് റിലാക്സേഷൻ ആണ്. നിങ്ങൾക്ക് വേണ്ട ഒരു വലിയ തുക ബാങ്കിൽ നിന്ന് വന്നു എന്ന് കരുതുക. ആ ബാങ്കിൽ വന്നു എന്ന് കരുതുക. ആ നിമിഷം നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ആവേശത്തോടെ തുള്ളിച്ചാടുമായിരിക്കും. പക്ഷേ അതിനുശേഷം നിങ്ങൾക്ക് വലിയ സമാധാനം അനുഭവപ്പെടും. ഇനി എനിക്ക് പേടിക്കാനില്ല എന്നൊരാശ്വാസം. ഈ ആശ്വാസമാണ്, ഒരു റിലീഫാണ് പ്രപഞ്ചത്തെ ആകർഷിക്കുന്ന ഏറ്റവും വലിയ ശക്തി. അത് ഉള്ളിൽ അനുഭവപ്പെടണം. ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സാധിച്ചു കഴിഞ്ഞു എന്ന ആശ്വാസത്തിൽ 5 മിനിറ്റ് ഇരിക്കുക. അത് കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാളായിട്ടല്ല, മറിച്ച് അത് ലഭിച്ചു കഴിഞ്ഞ ഒരാളുടെ ആത്മവിശ്വാസത്തോടെ, കോൺഫിഡൻസോടുകൂടെ ഉറങ്ങാൻ പോവുക. നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തിന് കൊടുക്കുന്ന സിഗ്നൽ എല്ലാം ശരിയായി കഴിഞ്ഞു എന്നാണ്. അപ്പോൾ പ്രപഞ്ചത്തിന് അത് ശരിയാക്കാതിരിക്കാൻ പറ്റില്ല. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ചിന്തകളിൽ ഒരു വിത്താണെങ്കിൽ നിങ്ങളുടെ വികാരങ്ങൾ
ആ വിത്തിന് മുളയ്ക്കാൻ ആവശ്യമായ വെള്ളമാണ്. വിത്തും വെള്ളവും ഒന്നിക്കുമ്പോൾ മാത്രമാണ് സമൃദ്ധിയുടെ മരം നിങ്ങളുടെ ജീവിതത്തിൽ വളരുകയുള്ളൂ. നിങ്ങളുടെ ഉള്ളിലെ യുദ്ധം അവസാനിപ്പിക്കുക, പ്രപഞ്ചത്തിന്റെ താളത്തിനൊപ്പം ചേരുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും ഇന്നു മുതൽ ഒന്നാകാൻ പോകുന്നു എന്നതിന്റെ അടയാളമായി കമന്റ് ബോക്സിൽ ഐ ആം ഇൻ അലൈൻമെന്റ് എന്ന് രേഖപ്പെടുത്തുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അവിടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. I am your guide. You are the ghost of the universe.